മുഖ്യമന്ത്രി പൂർണ്ണമായ ആരോപണങ്ങൾ തള്ളിയതോടെ പ്രതിരോധത്തിലായി പി അൻവർ എം.എൽ.എ. CPM-നെയും ആഭ്യന്തര വകുപ്പിനെയും വെട്ടിലാക്കി അൻവർ നടത്തിയ പരാമർശങ്ങൾ പാർട്ടിക്കുള്ളിലും കടുത്ത വിമർശനമുയർത്തുന്നുണ്ട്. പാർട്ടി കൂടി താഴ്ന്നതോടെ അൻവറിന്റെ ഇനിയുള്ള നീക്കങ്ങൾ ഏറെ നിർണായകമാണ്. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നുണ്ട്. ആനന്ദ്, ഈ മുഖ്യമന്ത്രി പൂർണ്ണമായും ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞുവെന്ന് മാത്രമല്ല, ഇതൊരു ഇടതുപക്ഷ ശൈലിയല്ല, അൻവർ കോൺഗ്രസിൽ നിന്ന് വന്നതാണ് എന്നിവരെ ഒരു വേള ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഇനി അൻവറിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. കാരണം പാർട്ടിയിൽ നിന്നും കടുത്ത വിമർശനം ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രി മാത്രമല്ല അതൃപ്തി രേഖപ്പെടുത്തിയെന്നുള്ളതാണല്ലോ സൂചനകൾ കിട്ടുന്നത്. ലക്ഷ്മി, കഴിഞ്ഞ ദിവസം പി അൻവറിന്റെ നിലപാടുകളെ പൂർണ്ണമായി തള്ളുന്ന ഒരു രീതിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. മാത്രമല്ല, ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ശശിക്കും ADGPക്കും പൂർണ്ണമായിട്ടുള്ള ഒരു സംരക്ഷണ കവചം ഏർപ്പെടുത്തുകയും മുഖ്യമന്ത്രി ചെയ്തു. പ്രത്യേകിച്ച് ഈ അൻവർ ഏറ്റവും കൂടുതൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതും അമ്പുകൾ ചെയ്തതും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള PV ശശിക്ക് നേരെയാണ്. പക്ഷെ അതിനെ എല്ലാത്തിനെയും പ്രതിരോധിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ശശിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളെയും അവജ്ഞയോടെ തള്ളുകയാണ്. ശശി പുലർത്തുന്നത് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം എന്നുകൂടി മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മാത്രമല്ല, അൻവറിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് ഈ അൻവർ ഫോൺ സംഭാഷണം, അതായത് SP-യുമായിട്ടുള്ള ഫോൺ സംഭാഷണം പുറത്തുവിടാൻ പാടില്ലായിരുന്നു. എന്തെങ്കിലും അത്തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ ആദ്യം പാർട്ടിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതായിരുന്നു, അല്ലെങ്കിൽ തന്റെ അടുത്ത് പറയണമായിരുന്നു. സാധാരണ നിലയിൽ തങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ സ്വീകരിക്കുന്ന നടപടിയാണത്. അതായത് പ്രത്യേകിച്ച് അൻവർ ഇടയ്ക്കിടെ ഇത്തരത്തിൽ താനൊരു ഇടതുപക്ഷത്തിന്റെ MLA ആണ് എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രമല്ല, ഈ ശശി നേരത്തെ PV അൻവർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിരവധി തവണ ശശിക്ക് പരാതി കൊടുത്തിട്ടും അതൊന്നും വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതിലും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. അതായത് ഈ